യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ. ദീപതുല്യം ശുദ്ധരങ്ങ് ശോഭിച്ചിടുന്നേ. പാടും കേടും എപ്പോ
എന്നു ഞാൻ വന്നു ചേരും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. ജീവനദി ഇമ്പശബ്ദം മേവിയതിലൂടെ പോവതും ഈരാറു വൃക്ഷം നീപ്പതും മൂടി പോവതും ഈരാറു വൃക്ഷം നിൽപ്പതും മൂടി.
കൈക്കൊണ്ട് ഞങ്ങളോട് കൃപ ചെയ്യണമേ.
ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം ഇവൻ പ്രകാശിക്കുകയും നിന്റെ രക്ഷത്തിലൂടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെത്തിയ സന്തോഷത്തിൽ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ച് ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാടിയുടെ നടപടികളിലും വിശുദ്ധ വാക്കുകളിൽ നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകങ്ങളിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ കീഴിൽ ഞങ്ങളെ മറിച്ച് ദുഃഖവും അതിവേദനയില്ലാത്തതുമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മകപ്രസാദത്തോടുകൂടെ നിന്നേപ്പാനും ആദിത്വമില്ലാത്ത രാജ്യത്തിൽ നീതിജനോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അറിയാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു, ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഉദിക്കും
മഹത്വം നാഥനും ബഹുമതികാരനും വന്ദനവും സ്തുതിയും വിശുദ്ധവും ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിനയപ്രതിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും തെറ്റക്കാരെയും സമാധാനപ്പെടുത്തണമേ. കണ്ടുകിട്ടില്ലാർക്കും ചെവി കേട്ടില്ലാർക്കും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാർക്കുമായ നീ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന അവകാശിയാവും എന്നുള്ള പ്രത്യാശയുമേൽ ഞങ്ങൾ ആശിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് വരെ വന്ന് അവർക്ക് പ്രവേശിച്ച ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഏൽപ്പിപ്പെട്ടിരിക്കുന്ന ഈ രാജ്യം അവകാശമായി അനുഭവിച്ച് കൊള്ളുകയും ഇന്നുള്ള സന്തോഷത്തെ കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും യോഗ്യരായി തീരുമാറാകണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇകത്തിലും പാരത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളെല്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥാ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം തിക ഉള്ളതത്രേ. നീ ഞങ്ങളെ ജീവിപ്പിച്ച ഞങ്ങൾ നാശം കാണുകയില്ല. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്ക് തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നാഥൻ. കർത്താവേ, നീ ആവേദത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. താഴെയാകും ദൈവത്തിനു മഹത്വവും തൻ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും എന്നേക്കും. ആമീൻ, ആമീൻ. ദൈവത്തിന്റെ സൈന്യമായിരങ്ങളോട് പതിനായിരങ്ങളോടും കൂടെ പരിശോധനയ്ക്കും ന്യായവിധിക്കുമായി വരുന്നു. ന്യായാധിപതിയെ ഭയപ്പെടുത്തുവാൻ ആരുള്ളൂ? രാജാവ് തന്റെ സിംഹാസനത്തിലിരിക്കുന്നു. ആദാമിൻ സന്താനങ്ങൾ തന്റെ മുൻപാകെ ഒന്നിച്ച് കൊടുക്കുകയും സർവഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സർവവംശങ്ങളും കാണപ്പെടുകയും ചെയ്യുന്നു. രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് പ്രവേശിച്ച് ജീവനെ അവകാശമാക്കിക്കൊള്ളുകയും എന്ന് കൽപ്പിക്കുന്നു. അവിടെ ഭാഗത്തുള്ളവർ മഹാഭയത്തോടും ലജ്ജയോടും കൂടെ നിൽക്കുന്നു. തന്റെ മുമ്പാകെ സകല സൃഷ്ടികളെ മുമ്പിട്ട് വന്നിരിക്കുന്ന രാജാതി രാജാവും കർത്താതി കർത്താവുമായുള്ളവരെ, ഞങ്ങൾ നിന്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് ജാതികളിലെ നിന്റെ ഉപദേശങ്ങളെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. തന്റെ പുത്രനെ അയച്ച പിതാവിനെ മഹത്വവും മരിക്കുകയും മാതാവിനെ ജീവിക്കുകയും ചെയ്ത പുത്രനാവതരും പരിശുദ്ധമായ സ്തോത്രവും മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉന്നതത്തിൽ നിന്നറിയുകയും മരണത്തെ വെള്ളുകയും ചെയ്ത ശക്തിയായ അതിലേക്ക് സ്തുതി. മരണ ദിവസം കൈക്കുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. താഴെ
മരണദിവസമില്ലാമാകുന്നു. എന്നാൽ യൗവനവാഴ്ചയായ അധികം കയ്പും സങ്കടമുള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയായി കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നതുകൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. അവർ രാജ്യാവകാശമായി സ്ഥിരപാടുകയും ചെയ്തതായുണ്ട്. എല്ലാ നാവുകളിലും നിനക്ക് സ്തുതി. കർത്താവ് വിളിക്കുന്ന നിങ്ങൾ തുണയ്ക്കായി വരിക. ന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ മരണമുഖത്തിൽ നിന്നൊഴിയുന്നോരൊരുത്തരുമില്ല. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും എന്നാൽ സഹോദരനെ, നിദ്രയുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവം യേശുവിൽ നിദ്രയുള്ളവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മശിഹായിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെയിരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തിരുമുഖം ദാസന്മാരുടെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയുടെ ബലത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. നാം വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസന്നമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിർക്കാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു.
യേശുവോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്നാ പറഞ്ഞു. മാർത്താവിനോട് ഒടുക്കത്തെ നാളിലെ പ്രധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്നാ പറഞ്ഞു. യേശുവോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്നാ പറഞ്ഞു. അവൾ അവനോട് കർത്താവേ, ലോകത്തിൽ ഒരുപാടിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സങ്കടത്തോടും ദുഃഖത്തോടും നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടി കുരിയലായിസോ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ആത്മാക്കളുടെയും സർവ്വജഗത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവരുമായ വിഷയാതവരാലെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ ജനമാവുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ വരാതെ മരണത്തിൽനിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അറിയിച്ചതുമായ ഞങ്ങളുടെ വിശുദ്ധാത്മാവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടി ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതകളാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ നടത്തിയെങ്കിൽ നിന്റെ വീട്ടിനായി പുറപ്പെടുവാനും നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടി ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധമായി സ്തുതിപ്പാനമാണ് സന്തോഷപ്പെടുത്തുന്നതിനെ ഉയർത്തുന്നതിന്റെ പ്രകാരമുള്ള കഥകളെ കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാമത്തിന്റെ പ്രാവശ്യം കുരിയലായിസോ എന്ന് ചൊല്ലണം. കുരിയലായിസോ, കുരിയലായിസോ, കുരിയലായിസോ. Please be seated. ായ ശുശ്രൂഷ പൂർണ്ണമാകുകയാണ്. ഈ സമയത്ത് വീണ്ടും പ്രിയപ്പെട്ട മാത്യു ജോർജിനെ ശരീരം കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ടുള്ള കാണുകയും അന്ത്യചുംബനം കൊടുക്കുവാനുള്ളതായ അവസരമാണ് എന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കട്ടെ. ഒരിക്കലൂടെ എപ്പിഫനി മാർത്തോമ ഇടവകയുടെ അനുശോചനം കുടുംബാംഗങ്ങളെ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്നലെ നടന്ന ശുശ്രൂഷയിൽ, ഇന്ന് പ്രഭാതത്തിലുള്ള ശുശ്രൂഷയിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം വളരെ നിഗ്രഹമായിരുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം തന്ന ബഹുമാനമുള്ള ഐസക് പി കുര്യനച്ഛനോട് ഇടവകയുടെയും കുടുംബത്തിൻ്റെയും നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വിവിധ രീതിയിൽ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടും ഇടവകയ്ക്കുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ദൈവം കൂടുതലായിട്ട് നമ്മളെയൊക്കെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും അവിടുത്തെ കൃപയിൽ നിലനിർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സാറ മാത്യു, മകൻ ജോർജ് മാത്യു, മകൾ മേരി മാത്യു, ഈ 3 പേരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. 3-ാം ഭാഗം ശുശ്രൂഷ സെലിബ്രേറ്റുള്ള ശുശ്രൂഷയിൽ
ഏറ്റവും അവസാനത്തെ പ്രാർത്ഥനയെ പറയുന്നത് കർത്താവ് രണ്ടാമത്തെ വരിയിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതായ പ്രത്യാശയോടെ ഈ ദാസനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു എന്നുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ എഴുന്നള്ളത്തേക്ക് ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജനമെല്ലാം പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരു ക്രിസ്ത്യൻ സെമിട്രിയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ എഴുന്നള്ളത്തേക്ക് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ കൂടിയിരിക്കുന്ന ജനം പറയുകയാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. That is our hope. അതാണ് നമ്മുടെ പ്രത്യാശ. തീർച്ചയായിട്ടും ആ പ്രത്യാശയായ പ്രിയ ദൈവമക്കളെ ദൈവം കൂടുതലായിട്ട് വഴി നടത്തട്ടെ, പരിപാലിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പ്രിയ ദാസന്റെ ശരീരം കാണുവാനായിട്ട് താല്പര്യപ്പെടും, അവസാനമായിട്ട് കാണുവാൻ താല്പര്യപ്പെടും എല്ലാവരും മുന്നോട്ട് വന്ന് കാണുകയും തുടർന്ന് മുഖമായിട്ടുള്ളതായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. അത് കഴിയുമ്പോൾ ശരീരം ശരീരത്തിലേക്ക് എടുക്കുന്നതാണ് പ്രത്യേകിച്ച് പ്രാർത്ഥന. കർത്തൃകാകിളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാപ്രഭാത ശോഭിതത്തിൽ കൂടി ആകാശി വിളിക്കും നേരം കാണും എൻ പേരും ക്രിസ്തുവിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭരിപ്പാനുയർത്തുക ഭക്തഭാവനി ആകാശമപ്പുറം കുടിയുമ്പോൾ വിളിക്കും നേരം കാണും വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണും എൻ പേരു കർത്തൃപകേന്ദ്രധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ സ്നേഹത്തിൽ പാത്രത്തിൽ എന്റെ വേല കീർത്തി ജീവിതാന്ത്യത്തിൽ വിളിക്കും നേരം കാണും എൻ പേരു വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണും എൻ പേരു കർത്തൃകാകിളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാത്രലേക്കോരക്കെ കൂടി ആകാശി വിളിക്കും നേരം കാണും എൻ പേരും വിളിക്കും നേരം കാണൂ
പാരുയർത്തുക ആകാശമപ്പുറം കുഴിയുമ്പോ പ്രവിളിക്കും നേരം കാണും എന്തേയോ
നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെക്കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യാജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോട് ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. സഹോദരരെ, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഞാൻ സങ്കടത്തോട് നെടുവീർപ്പോടും കൂടെ ഇരിക്കുമ്പോൾ ആത്മവിശുദ്ധയിലായി. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ കയറിയെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം ഞാൻ കേട്ടു. ദൂതന്മാരിൽ എന്നോട് പറയുക, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പടങ്ങോലെ ശുഭ്രമായ ജീവന്റെ നദിയും നദിക്കരയും ജീവവൃക്ഷവും അവൻ കാണിച്ചു തന്നു. വെള്ള സിംഹാസനത്തിലിരിക്കുന്നതും മരിച്ചവരും സിംഹാസന മുമ്പിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. സകല ഭാഷക്കാരിൽ നിന്നുള്ളതായി എണ്ണിക്കൂടാത്ത മഹാപുരുഷാരമുള്ളതിലേക്ക് ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനം നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ അത്യുച്ചത്തിലാത്ത് പറയുന്നതെന്നാൽ രക്ഷാസിംഹാസനത്തിരിക്കുന്ന ദൈവത്തിന്റെ ദാനമത്രേ. ഇനിയും മരണം ഉണ്ടാവുകയില്ല, ദുഃഖവും മറുപടിയും കഷ്ടതയും ഉണ്ടാവുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ പ്രകാശിക്കുന്നു. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. സർവശക്തനുമായ കർത്താവ് രാജ്യത്ത് വീക്ഷിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെക്കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യാജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോട് ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. സഹോദരരെ, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഞാൻ സകലത്തോട്
കൂടെ ഇരിക്കുമ്പോൾ ആത്മവിശുദ്ധിയായി അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ കയറി വരുവീൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം ഞാൻ കേട്ടു. ദൂതന്മാരോട് പറയാം, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പടകുപോലെ ശുഭ്രമായ ജീവജല നദിയും നദിക്കക്കരയും ജീവവൃക്ഷവും അവൻ കാണിച്ചു തന്നു. വെള്ളസിംഹാസനത്തിലിരിക്കുന്നതും മരിച്ചവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. സകലജാതികളിലും ഭാഷക്കാരിൽ നിന്നുള്ളതായി എണ്ണിക്കൂടാത്ത മഹാപുരുഷാല വെള്ളത്തിലേക്ക് ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനം നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ അത്യക്ഷരാത്ത് പറയുന്നതെന്താ, രക്ഷാസിംഹാസനത്തിരിക്കുന്ന ദൈവത്തിന്റെ ദാനമത്രേ. ഇനിയും മരണമുണ്ടാവുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാവുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. സർവശക്തനായ കർത്താവ് രാജ്യത്ത് വഹിച്ചിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷയം എവിടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ബഹുമാനപ്പെട്ട ഐസക് വിഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇവിടെയുള്ള ശുശ്രൂഷ പൂർണ്ണമാണ്. പ്രാർത്ഥിക്കാം. മരണത്തിന്മേലും ജീവന്മേലും അധികാരമുള്ളതായ കർത്താവേ, ദൈവങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളും നിന്റെ സന്നിധിയിലേക്ക് എടുത്തു വരുവാനായി നീ അവകാശവും പദവിയും നൽകിയിട്ടുള്ളവനാകിയ സ്തോത്രം. വേർപാടിന്റെയും ദുഃഖത്തിന്റെയും കർത്താവെ അനുഭവത്തിലായ ഈ സാഹചര്യത്തിൽ നിന്റെ സന്നിധിയിലേക്ക് പ്രത്യാശയോടെ കർത്താവെ കടന്നു വരുന്നു. കർത്താവെ, ലോകത്തിൽ കഴിയുന്ന ജീവിതം താൽക്കാലികമാവുന്ന ദൈവമേനികളെ ഓർമ്മിപ്പിക്കുന്നതല്ലോ. എന്നാൽ ദൈവവേദപ്പുറത്തായി നിത്യമായ ഭവനം നീ എളിയങ്ങൾക്കായി വിഗ്രഹിക്കുന്നവനാകിയ നന്ദിയോട് സ്തുതിക്കുന്നു. ദൈവമേ, നിത്യമായ ജീവൻ അടിയങ്ങൾക്ക് സാധ്യമാണ് എന്ന് ക്രൂശിലൂടെ ദൈവമേ നീ അടിയങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാണ് നന്ദിയോട് സ്തോത്രം. പ്രത്യേകിച്ച് ദാസന്റെ ധന്യമായ ജീവിതത്തെ ഓർക്കുന്നു. നാളുകളിൽ ലോകത്ത് ജീവിപ്പാനായിട്ട് അതിന്റെ സാക്ഷിയായി നിലനിൽപ്പാനായിട്ട് ഇടയാക്കിയല്ലോ, അതിനായി സ്തോത്രം. എന്നാൽ കർത്താവിന്റെ തീരുമാനത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിളിച്ചിരിക്കുമ്പോൾ അതിന്റെ സന്നിധിയിൽ കാതിശാപം പാടുവാനായിട്ടാവുന്നത് ദൈവം അറിയുന്നു. എന്നാൽ ഈ താൽക്കാലികമായ വേർപാടിനപ്പുറത്ത് ദൈവമേ, നിന്റെ വരമേഖലടിയങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷിപ്പാൻ കാണുവാനായിട്ടുള്ള ഭാഗ്യം നീ ഒരുക്കിയിരിക്കുന്നതിനാൽ സ്തോത്രം. ക്രൂശിലൂടെ രക്ഷയെ ദൈവമേ നീ അടിയങ്ങൾക്കായി ഒരുക്കിയല്ലോ. ആ രക്ഷയുടെ അവകാശിയായി തീരുവാൻ യഥാസ്ഥനെ നീ ഇടയാക്കിയിരുന്നത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. ഇടവകയെ ഓർക്കുന്നു. പ്രയാസത്തിൽ
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. അത്യുന്നതങ്ങളെ സ്വർഗീയ മാലാകമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനരും ഭാവികളുമായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാ കാലവും എല്ലാ സമയവും ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനം നിരപ്പും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായി സ്വർഗീയ രാജാവായി സൃഷ്ടാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും സുദൃഢ ശബ്ദം നിനക്ക് ഞങ്ങൾ അർപ്പിക്കുകയും നിന്റെ മഹത്വ ശ്രേഷ്ഠതമത്വം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ക്രിസ്തുവായോടുകൂടെ യേശുമിശിഹായ പുത്രനായ ദൈവമേ, പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ ചുമന്നിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടുമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ നീക്കളയുന്നവനെ ചെവിചായ്ച്ചയുടെ വേഷം കൈക്കൊള്ളണമേ. തന്റെ പിതാവിനോടിരിക്കുന്നവനെ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധയോടുകൂടെ യേശുമിശിഹായ നീ മാത്രം കർത്താവാകുന്നു. ആമേൻ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്തു നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവായ സർവശക്തനായ ആകാശത്തെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സ്ഥലത്തിന്റെ സൃഷ്ടാവായ സത്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും മുമ്പേ താൻ ജനിച്ചവനും പ്രകാശവും സത്യമുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിക്കലാകുന്നവനും സർവശക്തിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി ധരിച്ച മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് നാളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടം മരിച്ച് അടക്കപ്പെട്ട് പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുവാൽ തിരിക്കുന്നവനും അവസാനമുള്ളവനും തന്റെ മഹാപ്രഭാതത്തിനുമായ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവന കർത്താവും പിതാവിനോട് പുത്രനോട് നിർമ്മിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സംസാരിച്ചവനുമായ ജീവനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നീക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീതി വന്ന് എന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. പ്രാർത്ഥിക്കാം. Heavenly Father, once again, Lord, in your presence, we want to just thank you, Lord, for all those life here on earth. We realize, Lord, that
He's here. He's in heaven with you right now, Lord. He's enjoying the reward, Lord, of his faith. He's enjoying the reward, Lord, of all the wonderful things he did, Lord, to build the kingdom here on earth. We want to thank you, Lord, for Uncle's life and his faith, and for all the people, Lord, that he was able to bless. We pray, Lord, this time that you strengthen his family, bless Andy, bless his children, Lord. Allow them, Lord, to be comforted by your peace and passion and understanding. We pray, Lord, for all the family and friends that are here, Lord. Allow us all, Lord, to understand, Lord, that one day we too will see him again in heaven. Allow that faith, Lord, to enable us, Lord, to go forward in the days to come. Allow us, Lord, to realize, Lord, that you are a loving God, Lord, who cares for each and every one of his children. Strengthen us, Lord, especially the family. We ask all in Jesus' name. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസന മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. Here ends the service. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ദൈവമേ, എൻ്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി
പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ.